എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ നമ്മുടെ ഈ മോട്ടോയുടെ EMX Plus എന്ന് പറഞ്ഞുള്ള ഒരു ഫുൾ സസ്പെൻഷൻ ഇലക്ട്രിക് സൈക്കിളിന്റെ കംപ്ലീറ്റ് അൺബോക്സിങ് എക്സ്പീരിയൻസ് നിങ്ങൾ അറിഞ്ഞു. ഇന്ന് ആക്ച്വലി ഈ ഒരു സൈക്കിളിന്റെ ഈ മോട്ടോയുടെ EMX Plusന്റെ കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 65,000 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് ഈ ഒരു കാലയളവിൽ 55,000 രൂപയ്ക്ക് കിടക്കുന്നുണ്ട്. ലിമിറ്റഡ് ടൈം ഓഫറാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് നമ്മുടെ പണ്ടത്തെ സ്റ്റൈൽ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാട്ടോ, ഓരോന്നോരോന്നായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ടയറിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടയർ വന്നിരിക്കുന്നത് കെൻഡയുടെ ടയറാണ്. 27.5 ആണ് വീൽ സൈസ് വരുന്നത്. 2.0 ആണ് 0 ആണ് കേട്ടോ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. എലോയ് ആണ് ഇതിന്റെ റിമ്മും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സ്പോക്സും അതിന്റെ വലുപ്പം കൂടുതൽ പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. റൈഡർ വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം ആ ഭാഗത്തുമ്പോൾ പറയാം. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് കെൻഡയുടെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയാണ് അതിന്റെ ക്വിക്ക് റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിന്റെ ക്വിക്ക് റിലീസ് കാണാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്, മെക്കാനിക്കൽ ബ്രേക്ക് ആണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ഫോർക്കിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഫോർക്ക് ഒരു 100 mm ഫോർക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൈക്ലിംഗ് 2.0 കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല കളറിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫുള്ള് മൊത്തത്തിൽ അതിന്റെ ബൈക്കിന്റെ കളർ കാണാൻ, ഫ്ലൂറസെന്റ് കളറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിന്റെ ഫ്രണ്ടിലത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ വെളിച്ചമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നല്ല രീതിയിൽ വെളിച്ചമുള്ള ഒരു ലൈറ്റാണ് കേട്ടോ. ഞാൻ രാത്രി കാട്ടിയതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് ഞാനിതിൽ ഇട്ട് തരാം. ഒടുക്കത്തെ വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളിച്ചമുണ്ട് കേട്ടോ. കാരണം ഞാൻ രാത്രി ഇത് കുറേ ഓടിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ആയി എന്നുള്ളതൊക്കെ ഞാൻ ഏകദേശം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാൻ തെളിവടക്കം കാട്ടിത്തരാം. അതുപോലെ തന്നെ അടുത്തത് ഇതിൻ്റെ ഫോർക്ക് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ലോക്കൗട്ട് സിസ്റ്റം ആണ് കേട്ടോ. ലോക്കൗട്ട് ആക്ച്വലി ലോക്കും അൺലോക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സാധനം തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യും. അത് തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക് അത് നമുക്ക് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൃത്യം അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. പക്കാ ലോക്ക് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ലോക്ക് ഇട്ടിട്ട് ആരും അത് റൈഡ് ചെയ്യരുത് കേട്ടോ. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണെന്ന് കേട്ടോ. ഓൾമോസ്റ്റ് ഇലക്ട്രിക് സൈക്കിൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സംഭവം നമുക്ക് 1 2 3 4 5 6 കേബിൾ അങ്ങോട്ട് ഹാൻഡിൽ ബാറുമെന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ സംഭവം വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇവിടെ കാണാൻ പറ്റും. ബ്രൈഡ് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഭാഗങ്ങൾ ഫുള്ള് കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ ചെയ്തതല്ല. ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രിക് സൈക്കിളിനും ഒരു സ്റ്റാൻഡേർഡ് ഒരു നല്ലൊരു ഇലക്ട്രിക് സൈക്കിൾ കമ്പനി ആണെങ്കിൽ ഈ സംഭവം ചെയ്ത് തരും കേട്ടോ. അടുത്തത് ഇതിന്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഫ്രെയിം നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്നത് എലോയ് ഫ്രെയിം ആണ് കേട്ടോ. നോർമലി ഹൈറ്റ് ആൻഡ് സ്റ്റീൽ ഫ്രെയിം ഒക്കെയാണ് എല്ലാത്തിലും കാണാറ്. ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് എലോയ് ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന്റെ വൃത്തിയും കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല ഫിനിഷിങ് ഈ ബൈക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോട്ടോർ ആഡും EMX എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാറ്ററിയുടെ ഇതിലും EMX എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോട്ടോർ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ EMX എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്രെയിമിൽ ബ്ലാക്കും ഒരു ഫ്ലൂറസെന്റ് കളറിലുമാണ്. ഇത് ഫുള്ള് കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുൾ കളർ പാറ്റേണും അങ്ങനത്തെ ഒരു കളറിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. വെയിലത്തൊക്കെ വയ്ക്കുന്ന സമയത്ത് എല്ലാവരും അട്രാക്റ്റീവ് ആണ്. ഞാനിപ്പോൾ ഏകദേശം 125 കിലോമീറ്റർ ഞാനിത് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രിയാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണത്. നിങ്ങൾക്ക് ആ ഒരു വിഷ്വലൂണിയും കാട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പെഡൽ അസിസ്റ്റൻറ്റ് 1 2 3 4 5 ഞാനിപ്പോൾ മാറ്റുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ലൈറ്റിൻ്റെ ഒരു പവർ നോക്കിട്ടാ. ഈ വെളിച്ചം ഫ്രണ്ടിലത്തെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ വെളിച്ചം നോക്ക്. ഈ ഒരു പ്രദേശം ഫുള്ള് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അറ്റം വരെ ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് ഒന്നുകൂടി കാട്ടിത്തരാം. ഇതേ ഈ ലൈറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഇത് ഫുള്ള് പ്രകാശമായിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിലത്തെ ലൈറ്റ്, മഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അൺബോക്സിങ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഈ ലൈറ്റ്, ഫ്രണ്ടിലത്തെ ലൈറ്റ്. പിന്നെ നമ്മളിപ്പോൾ മൊത്തം ഓടിച്ചത് 125 കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ഓടിച്ചിട്ടുള്ളത് കേട്ടോ ടോട്ടൽ. അതിൽ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ വാക്കിംഗ് മോഡാണെങ്കിൽ അതിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ വരും. വാക്കിംഗ് മോഡിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ആ 5ൻ്റെ മേലെ കണ്ട ഒരു ഇൻഡിക്കേഷൻ, അത് വാക്കിംഗ് മോഡിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ പെഡൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് കുറയ്ക്കാനുള്ള അതിൻ്റെ ഇൻഡിക്കേഷനും വരുന്നുണ്ട്. ഓഡോമീറ്റർ വരുന്നുണ്ട്. എത്ര സ്പീഡിലാണ് ഇപ്പോൾ പോണേ എന്നുള്ളത്. മേലെ 5 സ്പീഡിലാണ് പോണത് കേട്ടോ. അപ്പോൾ എല്ലാം ആ ഒരു ഡിസ്പ്ലേയിൽ കാട്ടുന്നുണ്ട്. ഒരു കിടിലൻ ഡിസ്പ്ലേ കേട്ടോ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 സ്പീഡിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
കേട്ടോ. ഗിയർ ഷിഫ്റ്റ് ചെയ്യണത് 7 സ്പീഡാണ്. ബാക്കിൽ ഷിമാനോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ബ്രേക്ക് നമുക്ക് കട്ട് ഓഫ് ആണ് കേട്ടോ, ഓട്ടോ കട്ട് ഓഫ് ആണ്. വാക്കിംഗ് മോഡും പെഡൽ അസിസ്റ്റന്റ് മോഡും ആക്സിലേറ്ററും എല്ലാം ബ്രേക്ക് പിടിച്ച കട്ട് ഓഫ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു. ഇവിടെ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, സ്വിച്ചും കാര്യങ്ങളൊക്കെ, ബാറ്ററി ഓൺ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഈ ഒരു LCD ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓൺ ആവും. ഇത് ഫ്രണ്ടിലത്തെ ഗിയർ 3 ഗിയറാണ്, 21 ടോട്ടൽ സ്പീഡ് വരുന്നത്. ഷിമാനോയുടെ ഷിഫ്റ്റേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബ്രേക്കും ഓട്ടോ കട്ട് ഓഫ് ആണ് കേട്ടോ. അതാണ് ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയാനുള്ളത്. ഗൈസ്, ഈ മോട്ടറാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യണതാണ് കേട്ടോ. ഓൾമോസ്റ്റ് കുറച്ച് എല്ലാ മോഡലും ഓടിച്ചിട്ടില്ല, എന്നാലും ഒരു പകുതി മോഡൽസ് എങ്കിലും ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെളിച്ചത്തിൽ പറയുകയാണ്, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കയറി വരുന്നൊരു ബ്രാൻഡാണ് കേട്ടോ ഈ മോട്ടറാഡ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി കിടിലൻ ഓഫ് റോഡിനൊക്കെ പറ്റിയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിളും ഇതുപോലെയൊക്കെ ഉള്ള വണ്ടികളും. ഇത് ഫുൾ സസ്പെൻഷൻ ബൈക്ക്, അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് വേരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം വരണമെങ്കിൽ നമ്മുടെ സ്വന്തം MS ധോണിയൊക്കെ ആയിട്ടാണ് ഗൈസ് ഇവർ അസോസിയേറ്റ് ചെയ്യണത്. ഇവരുടെ പേജിൽ കയറി നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട്. ഈ റീസെൻ്റ്ലി ആണ് അദ്ദേഹം ഉപയോഗിച്ച ബൈക്കിന്റെ വീഡിയോ കമ്മിങ് സൂൺ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ ബ്രാൻഡിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് തന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തത് ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറയാട്ടോ. ബാറ്ററി ആക്ച്വലി റിമൂവബിൾ ബാറ്ററി ആണ് കേട്ടോ. മേലോട്ട് ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കയ്യിലേക്ക് ഊരി എടുക്കാൻ പറ്റും കേട്ടോ. ആ താക്കോല് കാട്ടി തന്ന ലോക്ക് ഊരി കാട്ടിയത് ലോക്ക് അത് താക്കോലുണ്ട്. താക്കോലിട്ടിട്ട് ആക്ച്വലി സാധനം ഊരി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിങ്ങനെ ചാർജ് ചെയ്യുന്ന കാട്ടി എടുത്തടാ. ഇവിടെ നമുക്കൊരു ചാർജിങ് ഇതുണ്ട് കേട്ടോ. നമുക്കിത് ചാർജിങ് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിലെടുത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചാർജിങ് ഏകദേശം ഒരു 4, 5, 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ഫുൾ ചാർജ് ആവും. ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് ആക്ച്വലി 80 കിലോമീറ്റർ ഓടും കേട്ടോ. 80 കിലോമീറ്റർ നോർമൽ ഒരു സൈക്കിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിനെ. അതുപോലെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് സൈക്കിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ഇവിടെ ഗിയറും കാര്യങ്ങളൊക്കെ കാണാം. 3x7 സ്പീഡാണ്, 21 സ്പീഡാണ് വരണത്. ഫ്രണ്ടിൽ പ്രോവീലിൻ്റെ ക്രാങ്കാണ്, ടൂറിനെയാണ് അതിൻ്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്, ഫ്രണ്ടിലത്തെ ഡിറൈലർ. അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു കേജ് കൊടുത്തിട്ടുണ്ട്, 7 സ്പീഡ് കൊടുത്തിട്ടുണ്ട്, 7 സ്പീഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഷിമാനോ ഓൾട്ടസ് ആണ് കേട്ടോ. ഷിമാനോ ഓൾട്ടസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സൈക്കിൾ ചവിട്ടണമെങ്കിലും സാധനം സൈക്കിളും കാര്യങ്ങളൊക്കെ ചവിട്ടാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവമാണ് സസ്പെൻഷൻ. ആക്ച്വലി ഞാൻ കാട്ടിത്തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത്. ആക്ച്വലി നമുക്ക് ജമ്പ് ചെയ്യാനൊക്കെ കുറച്ചൊരു രസമാണ് കേട്ടോ. കുറഞ്ഞ പെപ്പിയാണ് ബൈക്ക്. കാരണം നമുക്കൊന്ന് റൗണ്ട് അടിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി രസമാണ് കേട്ടോ ഈ സംഭവം. ഞാൻ കുറേ നേരം ഈ സാധനത്തിൽ, കാരണം കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള സസ്പെൻഷൻ കേട്ടോ. നമ്മുടെ കാര്യങ്ങളും നടക്കും, അല്ലാതെ അത്ര ഇതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കും, അടിപൊളിയായിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. നമ്മളിപ്പോൾ ഊരി മാറ്റി. അപ്പോൾ സൈക്കിൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞോണം കുറച്ചുകൂടി എലോയ് ഫ്രെയിം ആയതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ്ലെസ് കുറവാണ്. വെയിറ്റ് ഭയങ്കര കുറവാണ്. ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് അതിൻ്റെ ബാക്കിൽ നോർമൽ എല്ലാ ഇലക്ട്രിക് സൈക്കിളിൻ്റെ പോലെ ഇതിൻ്റെ ബാക്കിലാണ് മോട്ടറും ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ ബാക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബാക്കിലത്തെ ടയർ ആക്ച്വലി സെയിം തന്നെയാണ് കേട്ടോ. 27.5 ആണ് ബാക്കിലത്തെ ഇതും കാര്യവും. ഇനി നമുക്ക് ഈ മോട്ടറാഡിൻ്റെ EMX+ ഇലക്ട്രിക് സൈക്കിൾ ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം കേട്ടോ. നമ്മുടെ പ്രോവീലിൻ്റെ ക്രാങ്കാണ്. അനിയൻ ചവിട്ടിയിട്ട് സാധനം കേടാക്കിയിട്ടുണ്ട്, ചെളിയാക്കിയിട്ടുണ്ട്. അന്ന് ആ പ്രോവീലിൻ്റെ ക്രാങ്ക് എന്ന് എഴുതി കൊടുത്ത്. സോ നമുക്ക് കയറി ഇരുന്ന് നോക്കി നോക്കാം. നമുക്ക് നോർമലി പോലെ ചാവിയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാവി ഇതേ ഇവിടെ താക്കോലിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്ത സംഭവം ഓണായി. പെഡൽ അസിസ്റ്റൻ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ കാട്ടും. 2, 3, 4, 5 ഫുള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്ററിലാണ് കൊടുക്കുന്നത്. ആക്സിലേറ്റർ മാത്രം കൊടുത്ത് ഉപയോഗിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 80-ന് താഴെ കിട്ടുള്ളൂ കേട്ടോ. ഒരു 60 ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ വേറെ ഒറ്റ ഒരു ഇതും നമ്മൾ എടുക്കുന്നില്ല, എഫേർട്ട് എടുക്കുന്നില്ല. ഫുള്ള് ബാറ്ററിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്സിലേറ്റർ മാത്രം, ഈ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ. അതേസമയം നിങ്ങൾ ആക്ച്വലി ഈ സംഭവം പെഡൽ അസിസ്റ്റൻറ്റ് ഇപ്പോൾ 5-ലിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാല് നനക്കാണെങ്കിൽ പെഡൽ അസിസ്റ്റൻറ്റ് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് എബോവ് 80 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടും. ഐ പ്രിഫർ പെഡൽ അസിസ്റ്റൻറ്റ്. കാരണം
ഈ സംഭവം പെഡൽ അസിസ്റ്റൻറ്റിലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഓൾമോസ്റ്റ് 80+ കിലോമീറ്റേഴ്സ് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വിത്ത് പെഡൽ അസിസ്റ്റൻറ്റ് കേട്ടോ. ത്രോട്ടിൽ കൊടുത്തിട്ടുള്ള കാര്യമല്ല പറയണത്, പെഡൽ അസിസ്റ്റൻറ്റ് വഴി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ക്ലൈംബാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് പെഡൽ അസിസ്റ്റൻറ്റ് വഴി എല്ലാ ഇലക്ട്രിക് സൈക്കിളും ഒരു 90% ക്ലൈംബുകളും കേരളത്തിലത്തെ കയറും കേട്ടോ. അത് എനർജി കൂടുതൽ ഡ്രെയിൻ ആവും, ബാറ്ററി ഡ്രെയിൻ ആവും കൂടുതൽ. പക്ഷേ പെഡൽ അസിസ്റ്റൻറ്റ് വഴിയാണെങ്കിൽ എല്ലാ ഇതും നമുക്ക് ക്ലൈംബുകളും കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ത്രോട്ടിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ ബിലോ 80 നോക്കിയാൽ മതി, ഒരു 60 ഒക്കെ നോക്കിയാൽ മതി. ത്രോട്ടിൽ മാത്രം കൊടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ, പെഡൽ അസിസ്റ്റൻറ്റ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എബവ് 80 കിലോമീറ്റേഴ്സും കിട്ടും കേട്ടോ. അത് തന്നെയാണ് കമ്പനി പറയണത്. പെഡൽ അസിസ്റ്റൻറ്റ് കിട്ടുകയാണെങ്കിൽ 80 കിലോമീറ്റേഴ്സ് കിട്ടുമെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ബ്രേക്ക് പിടിച്ചു, എല്ലാം കട്ട് ഓഫാണ്. ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു റെഡ് മാർക്ക് കാട്ടിയിട്ടാണ്, കാരണം എല്ലാ ഇലക്ട്രിക് സംഭവങ്ങളും കട്ട് ഓഫ് ആയി എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേയിൽ ഇത് കാട്ടും. ഇനി അടുത്തത്, ഇത് എത്ര പേർക്കൊക്കെ റൈഡ് ചെയ്യാം, വണ്ടി ഉണ്ടല്ലോ, ആർക്കൊക്കെ ഈ സൈക്കിൾ ഓടിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വെയിറ്റ് ഒരു 110 കിലോ ആണെങ്കിൽ, 110 ആണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്കിത് അതിന് ബിലോ ആണ് കമ്പനി ഇത് സജസ്റ്റ് ചെയ്യണത് കേട്ടോ. കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് 110 കിലോ ആണ്, 110 കിലോഗ്രാം ആണ് റൈഡർ വെയിറ്റ് കമ്പനി പറയണത്. അതിന് താഴെയാണ് നോക്കണത്. പിന്നെ നിങ്ങളുടെ ഹൈറ്റ് 5 to 6 ഫീറ്റ്, ഇൻ ബിറ്റ്വീൻ 5 to 6 ഫീറ്റിൻ്റെ ഉള്ളിലായിരിക്കണം എന്നാണ് കമ്പനി പറയണത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും സാധനം റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 ഫീറ്റിനും 6 ഫീറ്റിനും ഇടയിലുള്ള എല്ലാവർക്കും റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓടിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേതാ വഴി, ഓക്കെ. ചില ഫുൾ സസ്പെൻഷൻ സൈക്കിളുകളിൽ എനിക്ക് വഴി അറിയില്ല കേട്ടോ. ചില ഫുൾ സസ്പെൻഷൻ സൈക്കിളുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഷ്യനിലിരുന്നിട്ട് ഇത് വെള്ളം പോയോണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുഷ്യനിലിരുന്ന് ഇങ്ങനെ ആടണോണായിരിക്കും കേട്ടോ. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല, അത്യാവശ്യത്തിന് ടൈറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുണ്ടും കുഴിയോടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കംഫേർട്ട്, ആക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെൻ്റെ പണ്ടത്തെ ട്യൂഷൻ സെൻ്റർ ആയിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ട്യൂഷന് പോയ സ്ഥലമായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടണമുണ്ട് താനും. പക്ഷേ നമ്മൾ വെറുതെ ഇരുന്ന് റൈഡ് ചെയ്യുമ്പോൾ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. റിയറിലത്തെയും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ അൺലോക്ക് കാര്യങ്ങളത്തെ ഫ്രണ്ടിലത്തെ ചെയ്യാം. അതുപോലെ തന്നെ റിയറിലത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ സസ്പെൻഷൻ. അപ്പോൾ ആ ഒരു ഭാഗവും ക്ലിയർ ആണ്. ഓടിക്കാനാണെങ്കിൽ നമുക്കിനി നോർമലായിട്ട് ഓടിക്കണമെങ്കിൽ, സൈക്കിൾ നോർമൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചുമ്മാ ഗിയർ മാറ്റി നോർമൽ ഒരു സൈക്കിൾ ഓടിക്കുന്ന രീതിയിൽ നമുക്കിത് റൈഡ് ചെയ്യാനും പറ്റും കേട്ടോ. അതെ, ഇപ്പോൾ ഫ്രണ്ടിൽ 2ാമത്തെ ഗിയർ, ബാക്കിൽ 5ാമത്തെ ഗിയറായിട്ട് സുഖമായിട്ട് റൈഡ് ചെയ്ത് നമുക്ക് ഒന്ന് കാലറി ബേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും സാധിക്കും. അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് മോട്ടർ ഓൺ ചെയ്ത് പെഡൽ അസിസ്റ്റൻ്റ് വഴി മോട്ടറിൻ്റെ ഒരു കുറച്ച് സഹായം തേടി നിങ്ങൾക്കിത് റൈഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് വേറൊരു സംഭവം കാട്ടിത്തരാം. ഈ മൈനസ് ചിഹ്നം ഉണ്ടല്ലോ, ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഉണ്ട്. ഈ ചിഹ്നം അമർത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ സാധനം ഒരു വാക്കിംഗ് മോഡായിട്ട്, ആക്ച്വലി ഒരു വാക്കിംഗ് മോഡാണ്. നമുക്കിത് തള്ളിക്കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. സാധനം ഒന്ന് ബാലൻസ് ചെയ്താൽ മതിട്ടോ. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. കണ്ട, ബാലൻസ് ചെയ്തൊന്ന് പിടിച്ചാൽ മതി, തന്നെ വേണം. മറ്റത് നമ്മൾ ആക്ച്വലി ഈ സാധനം പിടിച്ച് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണം. അതിൻ്റെ ആവശ്യമില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ സംഭവം ഉപകാരപ്പെടും. വാക്കിംഗ് മോഡ് എന്നാണ് ഇതിനെ പറയുക. ഒരു 4, 5, 6 സ്പീഡിലൊക്കെ സൈക്കിൾ ഓട്ടോമാറ്റിക്കലി അത് ആ സ്പീഡ് ഗെയിൻ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തള്ളി കൊണ്ടുപോകണ്ട. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഈ സംഭവം ഉപകാരപ്പെടുന്നുണ്ട്. സോ ഈ മോട്ടറാൻ്റെ EMX+ ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനത് എന്തായാലും വായിക്കുന്നതാണ്. അതിന് റിപ്ലൈയും തരാറുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് സംഭവങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ടോപ്പ് സ്പീഡൊക്കെ വരണത് 25 ആണ്. ഏറ്റവും ഇന്ത്യയിൽ അത്രയാണ് അലൗഡൊക്കെ ആയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വേറെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഫ്രീ ടു കമൻറ്റ് ബിലോ ഗൈസ്. താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ക്ലിയർ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഇലക്ട്രിക് സൈക്കിൾ വെച്ച് ഇനി അങ്ങനത്തെ വ്ളോഗുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.